ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ വെയിറ്റ് ലോസ് ഉള്ള കുട്ടികൾക്കും അതുപോലെ ബ്ലഡ് കുറവുള്ളവർക്ക്, അയൺ കുറവുള്ള മക്കൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 പാക്കറ്റ് ഈത്തപ്പഴം എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ ഒരു സിറപ്പ് ഉണ്ടാക്കാൻ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഈത്തപ്പഴം നോക്കിയിട്ട് വേണം എടുക്കാൻ. ഇത് കുരുവില്ലാത്തതാണ്. കുരുള്ളതായാലും കുഴപ്പമില്ല, നമ്മളത് എടുത്ത് കളഞ്ഞാൽ മതി. അതുപോലെ കുരു ഇല്ലാത്തതാണെങ്കിലും ഇതുപോലെ പാക്കറ്റ് ചെയ്ത് ക്ലീൻ ആക്കി വരുന്നതാണെങ്കിലും നമ്മളൊന്ന് അത് തുറന്ന് നോക്കിയിട്ട് അതിൽ കച്ചറ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് മേക്ക് ഷുവർ ചെയ്യണം. അപ്പോൾ ഞാൻ ഓരോന്ന് നോക്കിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. പിന്നെ നല്ല ബ്ലാക്ക് കളറിലെ ഈത്തപ്പഴം കിട്ടുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ. എനിക്കിവിടെ നോക്കിയിട്ട് കിട്ടിയിട്ടില്ല. പിന്നെ നമ്മളത് നല്ലോണം ക്ലീൻ ആണെന്നുള്ളത് മേക്ക് ഷുവർ ആക്കണം. കണ്ടില്ലേ, ഇതിൻ്റെ ഉള്ളിൽ ഇതുപോലെ തരി കുത്തിയ പോലെ ഉണ്ടാവും. അപ്പം അത് നമ്മൾ നല്ലോണം നോക്കിയിട്ട് വേണം കേട്ടോ ചെയ്യാൻ. നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്നതല്ലേ. കണ്ടില്ലേ, അതിൻ്റെ ഉള്ളിൽ തരി കുത്തിയിട്ട് ഒരെണ്ണം കേടായിരുന്നു കേട്ടോ. അപ്പം നിങ്ങളത് നോക്കിയിട്ട് വേണം ചെയ്യാൻ. ഇപ്പം ഞാൻ നല്ലോണം നോക്കിയിട്ട് അതൊന്ന് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ അതിലേക്ക് നല്ല തിളച്ച വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മുടെ ഈത്തപ്പഴം മുങ്ങിക്കിടക്കുന്ന രീതിയിലാണ് ഞാൻ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ചൂടാറുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പം നമ്മുടെ ഡേറ്റ്സ് നന്നായി ചൂടാറിയിട്ടുണ്ട്, നല്ല രീതിയിൽ തന്നെ കുതിർന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് വേവിച്ചെടുക്കണം. കണ്ടില്ലേ, സ്കിന്നൊക്കെ നല്ല റിമൂവായി വരുന്നുണ്ട്. അപ്പോൾ നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു പാത്രത്തിലേക്ക് വേണം കേട്ടോ നമ്മളത് കുക്ക് ചെയ്യാൻ വെക്കാൻ. കാരണം എരിവും പുളിയൊക്കെ ഉള്ള പാത്രമാണെങ്കിൽ അത് പറ്റില്ല. നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്ന കാരണം നല്ല ഹെൽത്തി ആയിട്ട് വേണം ഇത് ഉണ്ടാക്കാൻ. അപ്പോൾ ഞാനൊരു ക്ലീൻ ആയിട്ടുള്ള പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വേവിച്ചെടുക്കണം. ഞാനിവിടെ ലേഹ്യം പോലെയുള്ളൊരു രീതിയിലാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് സിറപ്പ് പോലെയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വേവിക്കുന്നത് ഒഴിവാക്കുക. പച്ച ഈത്തപ്പഴം തന്നെ മിക്സിയുടെ ജാറിൽ വെള്ളം ഒഴിച്ചിട്ട് വേണമെങ്കിൽ ജ്യൂസ് പോലെ ആക്കിയിട്ട് അത് വേണമെങ്കിൽ സിറപ്പാക്കി എടുക്കാം കേട്ടോ. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ 2 ഗുണമുണ്ട്. അത് ഞാൻ വഴിയെ പറഞ്ഞു തരാം. ഇപ്പം നമ്മുടെ ഈത്തപ്പഴമൊക്കെ മൾട്ടായിട്ട് വരുന്നുണ്ട്. വെള്ളം വറ്റത്തക്ക രീതിയിൽ വേണം നമ്മളിത് വേവിച്ചെടുക്കാൻ. ഈ വീഡിയോയിൽ ഒരുപാട് ഗുണങ്ങൾ ഞാൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. ഇപ്പം നമ്മുടെ ഈത്തപ്പഴത്തിലത്തെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി ഞാനിതാ ഇതുപോലെ ഒരു ചട്ടകോ ഹോളുള്ള ചട്ടകോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ സ്മാഷർ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് നന്നായിട്ട് സ്മാഷ് ചെയ്തെടുക്കുകയാണ്. അതൊന്ന് നല്ല രീതിയിൽ മൾട്ടായി വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഈത്തപ്പഴമൊക്കെ ചതഞ്ഞ രീതിയിലാവാൻ വേണ്ടിയിട്ടാണ്. മാക്സിമം നമുക്ക് ഇതിൽ നിന്ന് സിറപ്പ് കിട്ടണം, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. അപ്പം നല്ല രീതിയിൽ തന്നെ സ്മാഷ് ചെയ്തിട്ട് എടുക്കുകയാണ്. ഇപ്പോൾ ഇതാ നല്ല കട്ടിയായിട്ട് സ്മാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല രീതിയിൽ തന്നെ ഞാൻ സ്മാഷ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ കുറച്ചുകൂടി വെള്ളം ആഡ് ചെയ്തിട്ട് ഒന്നുകൂടെ തിളപ്പിച്ചെടുക്കണം. അപ്പോൾ വീണ്ടും ഞാനിതിലേക്ക് ചൂടുവെള്ളം തന്നെയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഇപ്പം കണ്ടില്ലേ, നല്ല തിക്കായിട്ടാണ്, കുഴമ്പ് പോലെയാണ് ഇത് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കിതിലേക്ക് ഇനി ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാൻ ഈ ഒരു പാത്രത്തിൽ 3 പ്രാവശ്യമായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ കപ്പിൻ്റെ അളവ് എന്ന് പറയണത് 5 ടേബിൾ സ്പൂൺ വീതമാണ് കേട്ടോ ആദ്യം ഒഴിച്ചു കൊടുത്തത്. അപ്പോൾ മൊത്തം 15 ടേബിൾ സ്പൂൺ വെള്ളമാണ് ഞാൻ ഒഴിച്ചത്, അതായത് ചൂടുവെള്ളം കേട്ടോ. ഈ പാത്രത്തിൽ 3 കപ്പ് 15 ടേബിൾ സ്പൂൺ കണക്കാക്കിയിട്ടാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നാലേ നമുക്കിതിൽ നിന്ന് മാക്സിമം ഇതിൻ്റെ സിറപ്പ് നമുക്ക് കിട്ടുള്ളൂ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വെള്ളം ഒഴിച്ചിട്ട് ഞാൻ ഒന്നുകൂടെ മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് വീണ്ടും തിള വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു 2 മിനിറ്റ് ഒന്നുകൂടെ തിളപ്പിച്ചെടുത്താൽ മതി. എന്നിട്ട് നമുക്കിത് ചൂടാറാൻ വെക്കണം. അപ്പോൾ ഒന്ന് ചൂടാറിയതിന് ശേഷം ഞാനൊരു അരിപ്പപാത്രത്തിലേക്ക് അരിച്ചെടുക്കുകയാണ്. നിങ്ങളുടെ കയ്യിൽ കോട്ടൻ്റെ തുണി ഉണ്ടെങ്കിൽ അതാവട്ടെ ഏറ്റവും നല്ലത്. എൻ്റെ കയ്യിൽ അതില്ല. അപ്പോൾ ഞാനിതായി ഒരു അരിപ്പയിലാണ് അരിച്ചെടുക്കുന്നത്. അപ്പം നമുക്ക് ഇത്രയും സിറപ്പാണ് കേട്ടോ അതിൽ നിന്ന് അരിച്ചെടുത്തിട്ടുള്ളത്. ഇനി ഞാൻ ബാക്കി ഇതുപോലെ ഉണ്ട്. മാക്സിമം ഞാൻ അതിൽ നിന്ന് സിറപ്പ് ഊറ്റി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്നുകൂടി കറക്കിയെടുക്കണം. അപ്പോൾ ഞാൻ മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് നമ്മൾ ഈത്തപ്പഴം സിറപ്പ് ഉണ്ടാക്കിയ സെയിം പാത്രം ഉണ്ടല്ലോ,
അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വീണ്ടും ഒഴിച്ചേക്കാണ് കേട്ടോ. എന്നിട്ട് വീണ്ടും അരിച്ചെടുത്തേക്കാണ്. ഞാൻ ആ സെയിം പാത്രത്തിൽ തന്നെ സിറപ്പാക്കാൻ വെച്ചേക്കാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇതുപോലത്തെ മരത്തിൻ്റെ ചട്ടകാണെങ്കിൽ ഏറ്റവും നല്ലത് കേട്ടോ, അതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ തവി മതി. നമ്മൾ നോൺ സ്റ്റിക്കിൻ്റെ സ്പൂണുകളൊന്നും ഈ ഒരു സിറപ്പ് ഉണ്ടാക്കാൻ ഉപയോഗിക്കരുത്. മരത്തിൻ്റെ തവിയായിരിക്കും ഏറ്റവും നല്ലത്, അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ എടുക്കുക കേട്ടോ. അപ്പോൾ അതാ നമ്മളിത് വീണ്ടും തിളപ്പിച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ സിറപ്പ് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. കുറച്ച് നേരം കൂടി ഇത് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതാ തിളച്ച് വരുന്നുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് നല്ല രീതിയിൽ തന്നെ ബബിൾസൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മളിത് ഫുള്ള് ഫ്ലെയിമിലാക്കിയിട്ട് വെക്കരുത് കേട്ടോ, അപ്പോൾ വേഗം അടി പിടിക്കും. ലോ ഫ്ലെയിമിലോ അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം നമുക്കിത് വേവിച്ചെടുക്കാൻ. ഇപ്പോൾ ഇതാ നല്ല രീതിയിൽ തന്നെ കൊഴുത്ത് വരുന്നുണ്ട്, കളറൊക്കെ മാറിയിട്ടുണ്ട്. നമ്മുടെ സിറപ്പിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ഇതുപോലെ കട്ടിയിൽ തന്നെയാണ് നമുക്ക് വേണ്ടത്. ഇതുകൊണ്ട് നമുക്ക് പല രീതിയിലുള്ള ഉപയോഗങ്ങളുണ്ട്. നമ്മുടെ സിറപ്പ് ഇതുപോലെ ഇറ്റി വേണം വരാൻ കേട്ടോ. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് മാക്സിമം സിറപ്പ് എടുത്തിട്ടുണ്ട് ഈത്തപ്പഴത്തിൽ നിന്ന്. കണ്ടില്ലേ, ഇതാണ് കേട്ടോ ഇതിൻ്റെ കൺസിസ്റ്റൻസി. ചട്ടകത്തിൻ്റെ മേലെ ഇങ്ങനെ വലിച്ചെടുക്കുമ്പോൾ ഒഴുകാത്ത രീതിയിലായിരിക്കണം. ഇപ്പോൾ കറക്റ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ഈത്തപ്പഴത്തിൻ്റെ സിറപ്പിൻ്റെ കളർ കണ്ടില്ലേ, ചോക്ലേറ്റിൻ്റെ രീതിയിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇത്ര കട്ടി വേണം നമുക്ക്. അപ്പോൾ നമുക്കിത് ചൂടാറാൻ വേണ്ടി വെക്കാം. നല്ല കളറായി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളിത് എങ്ങനെ കുടിക്കണമെന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ. അതായത് ചൂടുള്ള ഒരു ഗ്ലാസ് പാല് ഞാൻ എടുത്തിട്ടുണ്ട് ഇവിടെ. അതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ വീതം നമ്മുടെ ഈത്തപ്പഴത്തിൻ്റെ സിറപ്പ് എടുത്തിട്ടുണ്ട്. അതേപോലെ നമ്മൾ ഏത് ടീസ്പൂണിലാണ് എടുക്കുന്നതെന്ന് വെച്ചാൽ ആ ടീസ്പൂണിൽ വെള്ളത്തിൻ്റെ ഒരു അംശം പോലും പാടില്ല. വെള്ളം ആയാൽ നമ്മുടെ ഈത്തപ്പഴത്തിൻ്റെ സിറപ്പ് പെട്ടെന്ന് തന്നെ കേടുവരും കേട്ടോ. ഫംഗസ് വരാനൊക്കെ ചാൻസ് ഉണ്ട്. കാരണം നമ്മളിതിൽ പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർത്തിട്ടില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ കേടുവരും. അപ്പോൾ വെള്ളം ആവാതെ നന്നായിട്ട് ശ്രദ്ധിക്കണം. ഇപ്പം നമ്മുടെ പാലിൻ്റെ കളറൊക്കെ ചേഞ്ച് ആയിട്ട് കണ്ടില്ലേ. ഇത് ചൂട്ടോടെ തന്നെ മക്കൾക്ക് കൊടുക്കാം കേട്ടോ. ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ പല്ലില്ലാത്ത കുട്ടികളൊക്കെ ഉണ്ടല്ലോ, അതായത് 1.5-2 വയസ്സുള്ള മക്കൾക്കൊക്കെ കുഞ്ഞിപ്പല്ലുണ്ടെങ്കിൽ കൂടിയിട്ട് അവർക്ക് ഈത്തപ്പഴം കടിച്ച് കഴിക്കാനും ബുദ്ധിമുട്ടാവുമല്ലോ. അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ ഇങ്ങനെ പാലിൽ കൊടുക്കുന്നത്. ഇനി അഥവാ പാലിൽ നിങ്ങൾ കലക്കി കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതേപോലെ ടീസ്പൂണിൽ ഓരോ ടീസ്പൂണ് വീതം എപ്പോൾ വേണമെങ്കിലും കൊടുക്കാം കേട്ടോ കുട്ടികൾക്ക്. ഇതേപോലെ അവരെ വായിലേക്ക് ഒഴിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ തന്നെ ശ്രദ്ധിച്ചിട്ട് എങ്ങനെ കൊടുക്കാമെന്നൊക്കെ അറിയാലോ. അത് ഓരോ ടീസ്പൂണ് വീതം ഏത് സമയത്ത് വേണമെങ്കിലും മക്കൾക്ക് കൊടുക്കുക. അതേപോലെ തന്നെ നിങ്ങൾ ഇതേപോലത്തെ ഗ്ലാസ് ജാറിലാണ് കേട്ടോ ഇത് സൂക്ഷിക്കേണ്ടത്. പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലിൽ നിങ്ങൾ ഒരിക്കലും വെക്കരുത്. പിന്നെ നമ്മളിതിൽ ക്ലീൻ ആക്കിയിട്ട് വേണം വെക്കാൻ. നമ്മുടെ ഗ്ലാസ് ജാറിൽ ഒരിക്കലും വെള്ളം പാടില്ല. അതേപോലെ തന്നെ നമുക്കിത് ഫ്രിഡ്ജിലാണെങ്കിൽ മാക്സിമം 2 ആഴ്ച വരെ സ്റ്റോർ ചെയ്യാം കേട്ടോ. പുറത്ത് വെക്കുന്നത് അത്ര നല്ലതല്ല, ഫ്രിഡ്ജിൽ കീപ്പ് ചെയ്യായിരിക്കും നല്ലത്. അപ്പോൾ പാലിൽ മാത്രമല്ല, നമുക്കിത് ബ്രെഡ് ടോസ്റ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ വെറുതെ ബ്രെഡിലൊക്കെ തേച്ച് കൊടുക്കുക. അതുപോലെ ദോശയോ ചപ്പാത്തിയോ അങ്ങനെയൊക്കെ കഴിക്കുന്ന മക്കളാണെങ്കിൽ അതിലൊക്കെ തേച്ചിട്ട് നമുക്ക് ചെറിയ പീസാക്കിയിട്ട് അവർക്ക് കൊടുക്കാം കേട്ടോ. പിന്നെ പാല് കുടിക്കുന്നില്ലെങ്കിൽ വെറുതെ കോരി കഴിക്കാനും നല്ലതാണ്. അപ്പം ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഈ ഒരു ഡേറ്റ്സിൻ്റെ ലേഹം ഏത് പ്രായക്കാർക്ക് വേണമെങ്കിലും കഴിക്കാം കേട്ടോ. പിന്നെ ഷുഗർ ഉള്ളവരൊക്കെ ആണെങ്കിൽ നോക്കിയിട്ട് ചെയ്താൽ മതി, ഡോക്ടറോടൊക്കെ ചോദിച്ചിട്ട്. അതേപോലെ തന്നെ പാല് കുടിക്കാൻ പറ്റാത്തവരാണെങ്കിൽ അവർക്കിത് ഓരോ ടീസ്പൂണ് വീതം കുടിക്കുക. നമ്മളിതിൽ വേറെ ഐറ്റംസ് ഒന്നും ചേർത്തിട്ടില്ലല്ലോ, വെറും ഈത്തപ്പഴം വെള്ളം മാത്രമേ ചേർത്തിട്ടുള്ളൂ. പിന്നെ അയൺ കുറവുള്ള മക്കൾക്കും അതേപോലെ ബ്ലഡ് ഇല്ലാത്ത കുട്ടികൾക്ക്, തടിയില്ലാത്ത മക്കൾക്കൊക്കെ വളരെ നല്ലതാണ് കേട്ടോ ഇത്. അപ്പം ഞാൻ ഈ പറഞ്ഞ രീതിയിൽ തന്നെ നിങ്ങളിത് ഉണ്ടാക്കുകയെന്നുണ്ടെങ്കിൽ 2 ആഴ്ച വരെ ഫ്രിഡ്ജിൽ കേടുകൂടാതെ ഇരിക്കും. അതേപോലെ തന്നെ പാലിലോ ബ്രെഡിലോ വെറുതെ കഴിക്കുക, അങ്ങനെ വേണമെങ്കിലൊക്കെ കഴിക്കാം കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഇത് ഉണ്ടാക്കിയിട്ട് മക്കൾക്കൊക്കെ കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ എന്നോട് ചോദിക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇതാണ്. വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും താങ്ക് യു. ബൈ.